ഒരു മുസ്ലിമിനോട് പിണങ്ങി പിരിഞ്ഞ് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കാൻ പാടില്ല. അങ്ങനെ പിണങ്ങി നിൽക്കുമ്പോൾ വഖൈറുഹുമാ, അവരിൽ രണ്ടാളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? അല്ലദീ യബ്ദഉ ബിസ്സലാം, അവരിൽ ആരാണോ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നത് അവനാണ് ഉത്തമൻ. ശൈത്താൻ നേരെ എതിരാ പറഞ്ഞുതരാ, നിനക്കെന്താടാ കുറവ്, അയാളെ അപേക്ഷിച്ച് നിനക്കെന്താടാ കമ്മി, അയാളും തെറ്റി, നിങ്ങളെന്താപ്പോ ഇജ് മോശക്കാരനാ, എന്തിനാ അയാളുടെ കാലിൻ്റെ ഓട്ടേക്ക് നീ പോകുന്നത്, എന്തിനാ അയാളുടെ അടുത്ത് പോയിട്ട് നീ മാപ്പ് പറയണത്, നിനക്കെന്താ, നിനക്കൊരു പദവിയും നിനക്കൊരു പ്രത്യേകമായ സ്ഥാനമൊക്കെ അല്ലേ, അത് കളഞ്ഞു കുളിക്കണോ എന്നിങ്ങനെ ശൈത്താൻ വേദാന്തം ഓതും മനസ്സിൽ. വേണ്ട, അങ്ങനെ ചെയ്യണ്ട, നന്നാവണ്ട എന്നൊക്കെ പറയും. പക്ഷേ അരുത്, ആരാണോ ആദ്യം സലാം പറയുന്നത് അവനാണ് ഉത്തമൻ, അവന് വലിയ പുണ്യമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലെങ്കിലോ കേട്ടോളൂ, ഗുരുതരമാണ് വിഷയം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസ്. കേട്ട വാചകം തന്നെ. ഇനി കേട്ട വാചകം നോക്കൂ. ഇനി പറയുന്നത് ഫമൻ ഹജറ ഫൗഖ സലാസിൻ ഫമാത ദഖലന്നാർ. ഇന്നാ ലില്ലാഹ്. ഫമൻ ഹജറ, ആരെങ്കിലും ഒരാളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു പിണങ്ങി വെടിഞ്ഞു, ഫൗഖ സലാസിൻ, 3 ദിവസത്തിലപ്പുറം, ഫമാത, അങ്ങനെ അയാൾ മരിച്ചുപോയി, തൗബ ചെയ്യാതെ അയാൾ മരിച്ചുപോയി, ദഖലന്നാർ, അയാൾ നരകത്തിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഇമാം അബൂദാവൂദ്, ഇമാം അഹ്മദ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമാണ്. സത്യവിശ്വാസികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരാളുമായിട്ട് ബന്ധവിച്ഛേദനം ഒരിക്കലും പാടില്ല. ഭാര്യാഭർത്താക്കൾക്ക് ബന്ധം വിച്ഛേദിക്കുവാൻ ഇസ്ലാം അനുവാദം തന്നതാ. അവിടെ പോലും 3 ദിവസത്തിലപ്പുറം ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം, അതിൻ്റെ അടക്ക് നന്നാവണം എന്നാണ്. അതെവിടെയാണ്? വിശുദ്ധ ഖുർആൻ തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. എന്ത്? ഭാര്യാഭർത്താക്കൾക്കിടയിൽ നിങ്ങൾ പിണക്കം ഭയപ്പെട്ടാൽ നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? ഫഇളൂഹുന്ന, അവരെ ആദ്യം ഉപദേശിക്കണം. രണ്ടാമത് പറഞ്ഞത് ഫഹ്ജുറൂഹുന്ന, നിങ്ങൾ അവരെ വെടിയണം എന്നാണ്. ഫഹ്ജുറൂഹുന്ന, നിങ്ങൾ അവരുമായി വെടിഞ്ഞു നിൽക്കണം, വിട്ടു നിൽക്കണം എന്നാണ്. അവിടെ പോലും എന്താണ് പറയുന്നത്? 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നന്നാക്കാൻ നോക്കണം. അതുകൊണ്ടും തീരുന്നില്ലെങ്കിൽ 1 മാസം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാരുമായി വിട്ടുനിന്നിട്ടുണ്ട്. അത് അത്രക്കും പ്രധാനപ്പെട്ട ഒരു കാരണമായതുകൊണ്ട് 1 മാസം വിട്ടുനിന്നു. 3 ദിവസത്തിലപ്പുറം പിണങ്ങി നിൽക്കാവുന്ന കേസ് ഏതിലാണ്? വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ. ഏത് സമയത്ത് മാത്രം അത്തരം ആളുകളോട് നമ്മൾ നിസ്സഹകരണം പ്രഖ്യാപിച്ചാൽ അവർ നന്നാകാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പായാൽ മാത്രം. ഉദാഹരണം, ഒരാൾ കള്ളു കുടിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിലൊരാൾ മദ്യപാനിയാണ് അല്ലെങ്കിൽ വ്യഭിചാരിയാണ്, നമ്മൾ അയാളുമായിട്ട് നിസ്സഹകരണം പ്രഖ്യാപിക്കുകയാണെന്ന് വിചാരിക്കുക. എപ്പോൾ നിസ്സഹകരണം പ്രഖ്യാപിച്ചാൽ അയാൾക്ക് വലിയ കുടുംബസ്നേഹമുള്ള ആളാണ്. ആൾ മദ്യപാനിയൊക്കെ ആണെങ്കിലും കുടുംബത്തോടൊക്കെ വലിയ സ്നേഹമാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നത് അയാൾക്ക് വലിയ ടെൻഷൻ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളും അദ്ദേഹത്തെ നിസ്സഹകരണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വന്നാൽ അയാൾ ആ തെറ്റിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ അയാൾ തെറ്റിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രം 3 ദിവസത്തിലപ്പുറം ഒരാളോട് അയാൾ പശ്ചാത്തപിച്ച് മടങ്ങുവോളം എന്ത് ചെയ്യാം? നമുക്ക് പിണങ്ങി നിൽക്കാം. അതല്ല, നമ്മളിപ്പോൾ അയാളോട് ഇത് പറഞ്ഞിട്ടൊന്നൊരു കാര്യമുള്ള, അയാൾ കുടി വർദ്ധിപ്പിക്കുകയാണ്, ഈ ടെൻഷനും കൂടി മാറ്റാൻ അയാൾ 1 കുപ്പിയും കൂടി കൂടുതൽ കുടിക്കുകയാണോ, എന്നാൽ പിന്നെ അയാളെ നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ട് കാര്യമൊന്നും ഇല്ല. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ 3 ദിവസത്തിലപ്പുറം പിണങ്ങി നിൽക്കുന്നത് പോയിട്ട്, സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്? എത്രയോ വർഷങ്ങളായിട്ട് കണ്ടാൽ മിണ്ടാത്തവർ, എത്രയോ വർഷങ്ങളായിട്ട് മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്നവർ, കൂടെ പിറന്ന സഹോദരീ സഹോദരങ്ങളുമായി തെറ്റി നിൽക്കുന്നവർ. ആദർശപരമല്ല ഞാൻ പറയുന്നത്, ഈ നിലക്കുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ പിണങ്ങിപ്പിരിഞ്ഞു നിൽക്കുന്നവർ. നമ്മളോട് പിണങ്ങി നിൽക്കുന്നവരോട് പോലും അങ്ങോട്ട് പോയി സലാം പറയുന്നവനാണ് ഉത്തമൻ എന്ന് പറഞ്ഞല്ലോ. എന്നിട്ടും അവൻ പിന്നെയും ഇടംതടിച്ച് നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണ്? 2 ആളെയും കൂടി കുറ്റം അയാൾക്കാണ് എന്നാണ്. നമ്മൾ സലാം പറഞ്ഞിട്ടും അയാൾ മടക്കണില്ല, കുറ്റം അയാൾക്കാണ്. പിന്നെ നമ്മളോട് ഇങ്ങോട്ട് ഏറ്റവും മോശമായി പെരുമാറുന്നവനോടും അങ്ങോട്ട് നന്നായി പെരുമാറണം എന്നല്ല ഇസ്ലാം പറയുന്നത്. നീ ഏറ്റവും നല്ല നല്ല സ്വഭാവങ്ങൾ കൊണ്ട് പ്രതിരോധിക്കുന്നതാണ്. കാരണം എന്താണ്? ഏറ്റവും വിദ്വേഷമുള്ള മനസ്സുകളെ നന്നാക്കുവാൻ ഒരു മാർഗമാണത്. ഞാൻ ഇങ്ങനെയൊക്കെ ഇയാളോട് ഇവളോട് പെരുമാറിയിട്ടും ഇവളിപ്പോഴും അല്ലെങ്കിൽ ഇയാൾ എന്നോട് ഇപ്പോഴും ഇങ്ങനെ വർത്തിക്കുന്നുണ്ടല്ലോ, ഇനി എന്തിനാ ഞാൻ ഇങ്ങനെ തുടരണ്ട എന്നൊരു സന്മനസ് അയാൾക്ക് തോന്നിയാലോ? അപ്പം അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു കാരണത്തിന് നിമിത്തമാകുമല്ലോ അത്. അപ്പം അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് വർഷങ്ങളോളം തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അനുഭവിക്കാനിരിക്കുന്ന ദുരന്തം നമ്മൾ മനസ്സിലാക്കണം. നിസ്കരിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല, നോമ്പെടുത്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല, അത് അള്ളാൻ്റെ അടുക്കലേക്കാണ്ട് ഉയരൂല.
അതാണ് ഇനി വായിക്കാൻ പോകുന്ന ഹദീസിലുള്ളത്. വഅൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ് ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ ഇല്ലാ റജുലൻ കാനത് ബൈനഹു വബൈന അഖീഹി ശഹ്നാഉ ഫയുഖാലു അൻളിറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ അൻളിറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സുപ്രസിദ്ധനായ സഹാബിയാണ്. ആയിരക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബിയാണ്. ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയനായ സഹാബിയാണ്. ഹദീസ് നിഷേധികളുടെ കണ്ണിലെ കരടുമാണ് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒരു കാലഘട്ടത്തിൽ ശത്രുക്കൾ അക്കാലം മുതൽ ഇക്കാലം വരെ ചേകനൂർ മൗലവി തൊട്ട് ഇന്നുള്ള ഹദീസ് നിഷേധികൾക്ക് വരെ തീർത്താൽ തീരാത്ത വിദ്വേഷമുള്ള വ്യക്തിയാണ് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. കാരണം ഹദീസുകളെ മുസ്ലിം ലോകത്തിന് പരിചയപ്പെടുത്തിയതിൽ ഏറ്റവും വലിയ സംഭാവനകൾ അർപ്പിച്ച വ്യക്തിത്വമാണ് മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ്. സ്വർഗവാതിലുകൾ തുറക്കപ്പെടും ആഴ്ചയിൽ 2 ദിവസം. വിശുദ്ധ റമദാനിൽ കൊല്ലത്തിലൊരിക്കൽ സ്പെഷ്യൽ തുറക്കുന്നത് റമദാനിലാണ്. ഇദാ ജാ റമദാനു ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, അത് വാർഷിക തുറക്കലാണ്, 30 ദിവസം തുടർച്ചയായ തുറക്കലാണ്. അതിൻ്റെ പുറമെ എല്ലാ ഉസ്ബൂഴിലും എല്ലാ ആഴ്ചയിലും 2 ദിവസം സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. ഒന്ന് ഇന്ന് അസ്തമിച്ചു പോയ തിങ്കൾ, മറ്റൊന്ന് വ്യാഴം. യൗമൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസവും യൗമൽ ഖമീസ് വ്യാഴാഴ്ച ദിവസവും. ആഴ്ചയിൽ ഈ 2 ദിവസം സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അതുകൊണ്ട് ആ 2 ദിവസവും നോമ്പ് സുന്നത്താക്കിയിട്ടുണ്ട്. സ്വർഗീയ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ദിനങ്ങളെന്ന നിലക്ക് ആ ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താക്കിയിട്ടുമുണ്ട്. ആ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഫയുഗ്ഫറു, ആ ദിവസം പൊറുക്കപ്പെടും. യുഗ്ഫറു, ഗുഫിറ, പൊറുക്കപ്പെട്ടു. ഫയുഗ്ഫറു, ആ ദിവസം പൊറുക്കപ്പെടും. ലികുല്ലി അബ്ദിൻ, എല്ലാ അടിമക്കും, അള്ളാഹുവിന്റെ എല്ലാ അടിമകൾക്കും തിങ്കളും വ്യാഴവും അള്ളാഹ് പുറത്തു കൊടുക്കും. സ്പെഷ്യലാണ്. നമ്മൾ തിങ്കളും വ്യാഴമൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവണം. ഇന്ന് മഗ്ഫിറത്തിന്റെ ദിവസമാണ്. എല്ലാവർക്കും അള്ളാഹ് സ്പെഷ്യലായിട്ട് പുറത്തു കൊടുക്കുന്ന ദിവസമാണ് ഏത്? ആഴ്ചയിൽ തിങ്കളും വ്യാഴവും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ലാ യുശ്രികു ബില്ലാഹി ശൈആ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത എല്ലാ അടിമകൾക്കും. ശിർക്ക് ജീവിതത്തിൽ വന്നുപോയവർക്ക് പുറത്തു കൊടുക്കൂല, അത് തൗബ ചെയ്യാതെ പുറത്തു കൊടുക്കൂല. അതുകൊണ്ട് അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത എല്ലാ അടിമകൾക്കും പുറത്തു കൊടുക്കുന്നതാണ് ഈ 2 ദിവസവും. ഇല്ലാ റജുലൻ, ഇനിയാണ് വിഷയത്തിന്റെ ഗൗരവം. ഇല്ലാ റജുലൻ, ഒരാൾക്കൊഴികെ. അയാൾ ശിർക്കിയാത്ത മുവഹിദായിട്ടും കാര്യമില്ല, നല്ല തൗഹീദുള്ള മനുഷ്യനാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, എല്ലാം ഉണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം വ്യക്തിയാണ്. പക്ഷേ കാനത്ത് ബൈനഹു, അയാൾക്കിടയിൽ നിലവിൽ നിൽക്കുന്നുണ്ട്. കാനത്ത് ബൈനഹു, അയാൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. വബൈന അഖീഹി, അയാളുടെ സഹോദരനുമിടയിൽ. സഹോദരൻ എന്ന് പറയുമ്പോൾ ഉമ്മയും വാപ്പിയും ഒത്ത സഹോദരനോ ഉമ്മയൊത്ത സഹോദരനോ അല്ലെങ്കിൽ മറ്റാരോ ആവട്ടെ, ഇന്നമൽ മോമിനൂന ഇഖ്വാൻ നമ്മൾ പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങളൊക്കെ സഹോദരങ്ങളാണ്. അപ്പൊ ആരോടെങ്കിലും അയാളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്ത്? ഷഹ്നാ, പക. ഷഹ്നാ എന്ന് പറഞ്ഞാൽ പക, വിദ്വേഷം, ഈർഷ്യത എന്നുള്ളതിനൊക്കെ പറയുന്ന വേർഡാണ് ഷഹ്നാ. അപ്പൊ രണ്ടാൾക്കിടയിൽ പരസ്പരം ഈർഷ്യതയുണ്ട്, പരസ്പരം സുഖമില്ല, പരസ്പരം മനസ്സ് ശരിയല്ല. അങ്ങനെയുള്ള ആളുകൾ അവർക്കല്ലാഹു പുറത്തു കൊടുക്കൂല, അവർക്കല്ലാഹു പുറത്തു കൊടുക്കൂല. റഹ്മാനായ റബ്ബ് മലക്കുകളോട് പറയും, ഫയഖാലു, വിളിച്ചു പറയപ്പെടും മലക്കുകളോട്, അൻളിറൂ ഹാദൈനി, ഈ 2 ആളുകളുടെയും നിങ്ങൾ പെൻഡിങ്ങിൽ വെക്കൂ. ഈ 2 ആളുകളുടെ കാര്യം അവിടെ കാത്തുവെക്കുക. അൻലറ എന്ന് പറഞ്ഞാൽ ഒന്ന് വരട്ടെ നമ്മൾ പറയില്ലേ, ഒരു സാധനം നമ്മളെ കയ്യിൽ കിട്ടിയാൽ എല്ലാം നമ്മളിങ്ങനെ പരിശോധിച്ചു, ഒന്ന് വന്നാൽ മാറ്റിവെക്കണം, അത് വരട്ടെ, അത് പിന്നെ നോക്കാം, മാറ്റിവെക്കുക. അൻലിറൂ ഹാദൈനി, ഈ 2 ആളുടെ കാര്യം മാറ്റിവെക്കൂ. അവർക്ക് പുറത്തു കൊടുക്കാനായിട്ടില്ല, അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കാനായിട്ടില്ല. ഹത്താ യസ്തലിഹാ, അവർ 2 ആളും പരസ്പരം ഒന്ന് നന്നാകുന്നത് വരെ. വീണ്ടും നോക്കൂ, അൻലിറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ. 2 തവണ വിഷയത്തിന്റെ ഗൗരവം പറയാൻ അല്ലാഹുവിന്റെ റസൂൽ ആ വാക്ക് ആവർത്തിച്ചു. അവർ 2 ആളും നന്നാകുവോളം അവരുടെ കാര്യം അവിടെ പെൻഡിങ്ങിലിരിക്കട്ടെ. എന്താണ് ആ വിഷയത്തിന്റെ ഗൗരവം നോക്കൂ നിങ്ങൾ. നമ്മുടെ കർമ്മങ്ങൾക്ക് സ്വീകാര്യതയില്ല, മഗ്ഫിറത്ത് കിട്ടൂല. എന്താ കാരണം? 2 ആൾ തെറ്റിക്കാണ്.
ആഴ്ചയിൽ 2 ദിവസത്തിൽ 3 ദിവസം കഴിഞ്ഞാൽ തിങ്കൾ വന്നു, 3 ദിവസം കഴിഞ്ഞാൽ വ്യാഴം വന്നു. ഈ 2 ദിവസം സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുമ്പോൾ നമ്മളെ കർമ്മങ്ങൾക്ക് സ്വീകാര്യതയോ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ ഇതുവരെ ചൊല്ലിയ തൗബക്കും നിസ്കാരത്തിന്റെ ശേഷവും നിസ്കാരത്തിന്റെ അകത്തും ചൊല്ലിയ അസ്തഗ്ഫിറുള്ളകൾക്കും ഒന്നും ഒരു റിസൾട്ടും ഇല്ലാതിരിക്കാൻ മാത്രം നമ്മൾ തഴയപ്പെടുന്നു. എന്താ പ്രശ്നം? എന്തുള്ളൂ? തൗഹീദില്ലേ? ഉണ്ട്. നിസ്കാരല്ലേ? ജമാഅത്തിന് പോണില്ലേ? നോമ്പില്ലേ? സുന്നനിസ്കാരല്ലേ? ഹജ്ജ് ചെയ്തിട്ടില്ലേ? ഉംറ ചെയ്തിട്ടില്ലേ? എല്ലാം ഉണ്ട്. പിന്നെന്താ? പിണങ്ങി നിൽക്കണം ഒരാളേറ്റ്. സഹോദരങ്ങളെ, ഞാനോ ഈ ശബ്ദം കേൾക്കുന്ന ആരോടെങ്കിലും അങ്ങനെ പിണങ്ങിപ്പിരിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ ഇന്നത്തെ ഈ നിമിഷം, ഇന്നത്തെ ഈ ദിവസം ആ പിണക്കം മാറ്റാതെ നമ്മൾ ഒരിക്കലും കിടപ്പറയിലേക്ക് പോയിക്കൂടാ. കാരണം ഇത് നമ്മളെ അമലിന്റെ പ്രശ്നമാണ്, ഇത് നമ്മുടെ മഗ്ഫിറത്തിന്റെ പ്രശ്നമാണ്. മഗ്ഫിറത്തിന് പ്രശ്നം ബാധിച്ചാൽ പിന്നെ സ്വർഗത്തെയാണ് ബാധിക്കുക. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് ധൃതിപ്പെട്ടു പോകൂ, അതിലൂടെ സ്വർഗം നേടൂ എന്നാണ് അള്ളാഹു പറയുന്നത്. മഗ്ഫിറത്തില്ലെങ്കിൽ പിന്നെ എന്ത് സ്വർഗ്ഗമാണ്?